ഷോർട്ട് ആക്ഷൻ ഇൻസുലിനും സാധാരണ ഇൻസുലിനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ഷുഗർ ലെവൽ നിയന്ത്രിക്കുന്നത് മുതൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയം വരെ വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ ആണെന്ന് ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാധാരണ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്നതാണ് റെഗുലർ ഇൻസുലിൻ. ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് ഉത്തമം ഷോർട്ട് ആക്ഷൻ ഇൻസുലിനാണ്. ഇതിന്റെ പ്രവർത്തനമേറെ വ്യത്യാസമുണ്ട്. ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ ഭക്ഷണത്തിന് 10 മിനിറ്റ് മുൻപോ ഭക്ഷണത്തിന് 10 മിനിറ്റ് ശേഷമോ എടുത്താൽ മതി. എന്നാൽ റെഗുലർ ഇൻസുലിൻ ആണെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് തന്നെ എടുക്കേണ്ടതുണ്ട്. മുമ്പ് ഗവൺമെന്റിന്റെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ അതിൽ ഗവൺമെന്റ് മുമ്പ് കൊടുത്തിരുന്നത് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ അനലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു മേന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിൻ്റെ 5 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ ചില നോറാപ്പിഡ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലിസ്പ്രോ അസ്പാർട്ട് പോലെയുള്ള ഇൻസുലിനുകളാണെങ്കിൽ ഈവൻ ഭക്ഷണം കഴിഞ്ഞ് 10 മിനിറ്റിൻ്റെ ശേഷം എടുക്കാവുന്നതാണ്. രണ്ടാമതുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ, 70-ൽ താഴെ പോകുന്ന അവസ്ഥ ഇൻസുലിൻ അനലോഗിന് സാധാരണ ഇൻസുലിനായിട്ട് 10 മടങ്ങ് കുറവാണ് സാധ്യത. റെഗുലർ ഇൻസുലിന്റെ സ്വാധീനം 8 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെങ്കിൽ ഷോർട്ട് ആക്ഷൻ ഇൻസുലിന്റെ സ്വാധീനം 4 മണിക്കൂർ വരെ മാത്രമേ ഉണ്ടാകൂ. കുട്ടികൾക്ക് അനുയോജ്യം എന്തുകൊണ്ടും ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ ആണെന്ന് ഡോക്ടർമാർ വിശദീകരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഗവൺമെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് റെഗുലർ ഇൻസുലിനാണ്. അതാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ മുമ്പ് എടുക്കുകയും നമുക്ക് അതിന്റെ പ്രവർത്തനം ഏകദേശം 4-5 മണിക്കൂർ വരെ നിൽക്കാം. അപ്പോൾ മറ്റേ മുമ്പ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ അനലോഗുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഇൻസുലിന് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ താന്നു പോകാനുള്ള സാധ്യത കുറച്ച് കുറവ്. പിന്നെ കുട്ടികൾക്ക് പലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ അരമണിക്കൂർ മുമ്പ് എടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം റെഗുലർ ഇൻസുലിൻ നൽകുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്നതല്ല. റെഗുലർ ഇൻസുലിന്റെ ഇരട്ടിയിലധികം വിലയുണ്ട് ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് എന്നതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് സർക്കാർ സഹായമില്ലാതെ മുന്നോട്ടു പോകുന്നത് എളുപ്പമാകില്ല. ന്യൂസ് 18 മലപ്പുറം. CV അനുമോദ് വിവരങ്ങളുമായി മലപ്പുറത്ത് ചേരുന്നു. അനുമതി പറഞ്ഞു നിർത്തുന്ന പോലെ തന്നെ ഷുഗർ ഏറ്റക്കുറച്ചിലുകൾ, ഈ സാധാരണ ഇൻസുലിൻ ആകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, അത് ആരോഗ്യപരമായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് ആദ്യ ബുദ്ധിമുട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പിന്നീടാണ് ഈ കുടുംബത്തിന് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതുമൂലം വരുന്നത്. അങ്ങനെ രണ്ട് വിഷയമായിട്ട് തള്ളിവിടുന്നു ഒരു പറ്റം കുടുംബങ്ങളെ എന്നുള്ളൊരു കാര്യമുണ്ട്. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു ഏപ്രിൽ തൊട്ട് ഈ തരത്തിലുള്ള ഭേദഗതി വരുന്നതോടുകൂടി എന്നുകൂടിയാണ് ഇവരുടെ ആശങ്ക? അപർണ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ കുടുംബങ്ങൾ നേരിടുന്നത് 2 തരത്തിലുള്ള പ്രധാന വെല്ലുവിളികൾ. ഒന്ന് സാമ്പത്തികമായിട്ട്, 2 മാനസികമായിട്ട്. ഈ കുട്ടികൾ വളരെ ചെറുപ്രായത്തിൽ 2-3 വയസ്സുള്ളപ്പോൾ ഇവർക്ക് പ്രമേഹം കണ്ടെത്തിയാൽ പിന്നെ ആജീവനാഥം ഇവർക്ക് ഈ ഇൻസുലിൻ എടുത്തേ പറ്റൂ. അതിന്റെ ഈ ഇൻസുലിന്റെ വില തന്നെ ചിലപ്പോൾ 6000-ലധികം വരും. ഓരോ വർഷം കഴിയുന്തോറും അതിന്റെ വില കൂടി വരും. ഒരു മാസം 15000 വരെ മരുന്നിന് വേണ്ടി മാത്രം കണ്ടെത്തേണ്ട സാഹചര്യം. അവിടെയായിരുന്നു മിഠായി പദ്ധതി പ്രകാരം ഇവർക്ക് സൗജന്യമായിട്ട് ഇൻസുലിൻ കൊടുത്തിരുന്നത്. അത് ഈ ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ എന്ന ഈ കുട്ടികളുടെ പ്രമേഹത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞ ഇൻസുലിനായിരുന്നു ഇതുവരെ നൽകിയത്. അതും ഡോക്ടർമാർ പറയുന്നത്ര അളവിൽ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ 5 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കുന്ന ഷോർട്ട് ആക്ഷൻ ഇൻസുലിൻ്റെ അളവ് നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിനും 5 വയസ്സിന് മുകളിലുള്ളവർക്ക് സാധാരണ ഇൻസുലിൻ കൊടുക്കുന്നു. അപ്പോൾ അതും നിശ്ചിത എണ്ണം മാത്രമേ കൊടുക്കുകയുള്ളൂ. അതിനപ്പുറമുള്ളത് രക്ഷിതാക്കൾ പണം കൊടുത്തു വാങ്ങണം. മാത്രമല്ല, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഇൻസുലിൻ ആണെങ്കിൽ അവരുടെ ദിനചര്യകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉച്ചഭക്ഷണത്തിന് 10 മിനിറ്റ് മുമ്പ് ഇത് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ ഭക്ഷണം കഴിക്കും. പക്ഷേ സാധാരണ ഇൻസുലിൻ ആണെങ്കിൽ അത് അരമണിക്കൂർ മുമ്പ് എടുക്കണം. മാത്രമല്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ സാധാരണ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ വേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കുട്ടികൾക്ക് ഇൻസുലിൻ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതി നിലനിർത്തുക എന്നുള്ളതാണ്. അവിടെയും 2 പ്രതിസന്ധികളുണ്ട്. ഒന്ന്, ഇതിനുള്ള ഫണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും വർഷമായിട്ടും ഒരേ തരത്തിൽ തന്നെയാണ് ഈ ഫണ്ടിൻ്റെ ലഭ്യത ഉള്ളത്. പക്ഷേ മുൻപത്തേക്കാൾ കൂടുതൽ ഗുണഭോക്താക്കൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. മുൻപ് 600 മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ 1000-ലധികം പേരുണ്ട്. 1800-ലധികം പേരുണ്ട്. 1000-ലധികം പേര് ഈ പട്ടികയിൽ, അതായത് ഇതിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. 3.8 കോടി രൂപ മാത്രമാണ് 8 കോടി രൂപ മാത്രമാണ് ഇപ്പോഴും അനുവദിക്കുന്നത് 2019 മുതൽ 2024 വരെയുള്ള സാഹചര്യത്തിൽ. അതിനിടയിൽ
കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു, മരുന്നിൻ്റെ വില വർദ്ധിക്കുന്നു. പക്ഷെ അപ്പോഴും സർക്കാർ ഇതിലേക്ക് കൂടുതൽ ഫണ്ട് വകമാറ്റുന്നില്ല, കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ള വലിയ ഒരു വെല്ലുവിളി ആകുന്ന സാഹചര്യം. ഇവിടെ ഇടപെടേണ്ടത് സർക്കാർ തന്നെയാണ്. സർക്കാർ മിഠായി പദ്ധതി തുടരുക, അതിൽ കുട്ടികൾക്ക് ഈ ഇൻസുലിൻ സൗജന്യമായി മുൻപ് കൊടുത്തിരുന്ന ഇൻസുലിൻ സൗജന്യമായി കൊടുത്തിരുന്ന അതേ രീതിയിൽ തന്നെ തുടരേണ്ടതുണ്ട്. ഞാനൊന്ന് ഇടപെടുന്നു.